നമ്മൾ വെറുതെ കളയുന്ന കുറേ തുണിയില്ല നമ്മുടെ വീട്ടിൽ. അങ്ങനെ ഞാൻ കളയാൻ വെച്ചിരുന്ന തുണിയായിരുന്നു ഇത്. ഇത് സാറ്റിൻ്റെ ക്ലോത്താണ്. ഈ ക്ലോത്ത് വെച്ച് നമുക്കിന്ന് കുറച്ച് പൂക്കൾ ഉണ്ടാക്കി എടുക്കാം. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്ത് അതിൽ കമഴ്ത്തി വെച്ചിട്ട് ഒരു സ്കെച്ച് വെച്ചിട്ട് ഞാനതിനെ റൗണ്ട് എന്നിട്ട് അതെല്ലാം ഞാൻ ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്ത് ഇതുപോലെ നല്ല കുറേ വട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലവറിന് 5 പെറ്റൽസ് വെച്ചാണ് ഞാൻ സെറ്റ് ചെയ്തത്. അതിന് ശേഷം ഈ തുണിയെല്ലാം ഞാൻ ഇതുപോലെ മടക്കി നടുക്കൂടെ മടക്കി ഒരർത്ഥം എടുത്തിട്ട് അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ കൈത്തൈര് തയ്ക്കുമ്പോൾ ഇളകി പോകരുത് എന്ന ഒറ്റ ദിവസം കൊണ്ട് തന്നെയാണ് ചെയ്തെടുത്തത്. 5 പെറ്റൽസ് ഒന്നിച്ച് തന്നെയാണ് ഞാൻ ചേർത്ത് വരുന്നത്. അതിനുശേഷം ഞാൻ ഇതുപോലെ പേപ്പർ എടുത്ത് നല്ലപോലെ ഫോൾഡ് ചെയ്ത് നല്ലപോലെ ഉരുട്ടി ഒരു ബോൾ രൂപത്തിൽ വയ്ക്കും. അതിനുശേഷം ഒരു ചെറിയ പീസ് ക്ലോത്ത് എടുത്തിട്ട് അതിൽ ഇതേപോലെ ഫോൾഡ് ചെയ്ത് നല്ലപോലെ മുറുക്കി വെച്ചതിന് ശേഷം അതൊരു നൂല് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കും. അത് ഞാൻ തയ്ച്ച് വെച്ചിരുന്ന ക്ലോത്തുണ്ട്, അതൊരു 5 വീതം ഇങ്ങനെ ഒന്നിച്ചാണ് തയ്ച്ചത്. അതിതുപോലെ കുഞ്ഞു കുഞ്ഞു തയ്ച്ചെടുത്തു. ഒരേ സൈഡിലേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് തയ്ച്ചത്. ഇത് ഫുള്ള് തയ്ച്ചെടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചാൽ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചാൽ മുത്ത് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അത് ഫുള്ള് കൈ സ്റ്റിച്ചാണ് ചെയ്തത്, കാരണം നമുക്ക് മെഷീനിൽ ചെയ്യാൻ പറ്റില്ല. അത് എനിക്ക് ഇതേപോലെ കുറേ ഫ്ലവേഴ്സ് കിട്ടി. ഈ ഫ്ലവേഴ്സ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്കൊരു വാൾ സെറ്റ് ചെയ്താലോ എന്നൊരു ഐഡിയ വന്നത്. അത് ഞാൻ എൻ്റെ വീട്ടിൽ വലിയ വളമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതുപോലൊരു മുണ്ടിലാണ് അച്ഛനൊരു മുണ്ട് തപ്പിയെടുത്തിട്ട് അതിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അതിൽ ഇങ്ങനെ തുന്നി പിടിപ്പിച്ച് കൊടുത്തു. ഫുള്ളായിട്ട് ആ ഒരു എല്ലാ പൂക്കളും ഞാൻ ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്തു. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ 2 കളറ് പെയിൻ്റ് ഇട്ടു. ഒന്ന് ഗ്രീനും പിന്നെ ഒന്ന് ബ്ലാക്കും. ഈ രണ്ടും കൂടെ ഒരു ഗ്രീനിൽ കുറച്ചുകൂടെ കുറച്ച് ചെറിയൊരു പോയിന്റിലാണ് ബ്ലാക്ക് എടുത്തത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ഈ ഫ്ലവറിന് ഒരു തണ്ടെന്ന രീതിയിൽ ഇതിലേക്ക് വരച്ചു കൊടുത്തു. അവസാനം ഈ വർക്ക് എന്തായിത്തീരുന്ന ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. എനിക്ക് നല്ലപോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. സന്ധ്യ സമയത്തായിരുന്നു ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, കാരണം ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ തണ്ടെല്ലാം വരച്ചിട്ട് ഇല വരയ്ക്കാൻ ആരംഭിച്ചു. പക്ഷേ ഇല വരച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്ക് ഇല വരയ്ക്കാനുള്ള കഴിയില്ല. അപ്പോൾ തന്നെ തെർമോക്കോൾ എടുത്തു, ഞാനത് വെട്ടി ഇലയുടെ ഷേപ്പിലാക്കിയിട്ട് പെയിൻ്റ് അടിച്ച് ഇതിലേക്ക് പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇല പ്രിൻ്റ് ചെയ്തതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി, കാരണം അച്ഛൻ ഈ ഫോണിൽ ലൈറ്റ് പിടിച്ച് തന്നിട്ടാണ് ഞാൻ ലാസ്റ്റുള്ള ആ ഒരു പാട്ടൊക്കെ ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കിട്ടിയത്. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.